ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി രസം ഉണ്ടാക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രസമായിട്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു 3 തക്കാളി എടുത്തിട്ട് കുക്കറിലിട്ടിട്ടൊരു 3-4 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതൊരു ചീഞ്ചട്ടിയിലേക്ക് പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അതിൻ്റെ മുകളിലത്തെ തോലിൽ കട്ടിയുള്ള തോല് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമുക്കതെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് രസത്തിലേക്കുള്ള കൂട്ടുകളാട്ടോ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്നത് കുരുമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി പച്ചമുളകും, പിന്നെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ച തക്കാളീനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എന്താ പറയുക, വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകും ജീരകവും കൂടി നന്നായിട്ട് ചതച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കുക്കറിലിട്ടിട്ട് ഈ തക്കാളിയും ഈ അരപ്പും ഒക്കെ ഇട്ട് കലക്കിയ ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് വേപ്പില ഇടാം. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല കേട്ടോ. മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ഇടാം. പിന്നെ വേണ്ടത് കായംപൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് ഒരു പാക്കറ്റ് കായംപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം അത് ഉപ്പൊക്കെ ഇട്ട് പാകത്തിനാക്കിയിട്ട് കേട്ടോ. പുളിയൊക്കെ പാകത്തിന് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും 2 മണി ഉലുവയും പിന്നെ വറ്റൽമുളക് പിന്നെ വേപ്പില, പിന്നെ അവസാനം തീ ഓഫാക്കിയതിന് ശേഷം കായംപൊടി ഞാൻ വെളിച്ചെണ്ണയിലേക്കായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ടത് നമുക്ക് കുക്കറിലേക്ക് പകർത്തി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി രസമാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.